ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു UAE മലയാളി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫാമിലീൻ്റെ വിസ ചേഞ്ചിന് വേണ്ടിയിട്ട് അബുദാബിയിൽ നിന്ന് ഒമാൻ വരെ പോകുന്ന ട്രാവൽ റിലേറ്റഡ് വീഡിയോ ആണ്. അവിടുത്തെ എല്ലാ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് പാർട്ട് 1 ആയിട്ട് ആണ് ഇപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പാവാതെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഫ്ലൈറ്റ് ടൈം വരുന്നത് മോർണിംഗ് 6:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ഒരു 2:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് റെഡിയായി ഒരു 3:15 ആയപ്പോൾ എയർപോർട്ടിലെത്തി. അപ്പോൾ എയർപോർട്ടിലെത്തിയപ്പോൾ എൻ്റെ പാസ്പോർട്ടിൽ ചെറിയൊരു ഇഷ്യൂ ശ്രദ്ധിക്കപ്പെട്ടത്. എൻ്റെ പാസ്പോർട്ട് വാലിഡിറ്റി 6 മന്തിൽ കുറവായിരുന്നു. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തു, ഫാമിലീൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് എയർപോർട്ടുകാർ ഒമാൻ എമിഗ്രേഷനിലേക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവിടുന്ന് അപ്രൂവൽ വന്നതിന് ശേഷമാണ് ട്രാവൽ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഓൺ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് വാലിഡിറ്റി ഇഷ്യൂ ഇല്ല. പക്ഷേ അതർ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മിനിമം 6 മന്ത് വേണം. നമ്മുടെ ഫ്ലൈറ്റ് വന്നത് വിസ ആയിരുന്നു. ഇപ്പോൾ ഒമാനിൽ വിത്തൗട്ട് സീസൺ ആയതുകൊണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത്. ഞങ്ങളൊരു 8:30 മോർണിംഗ് ആണ് അവിടെ എത്തിയത്. എയർപോർട്ടിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. നമുക്ക് എയർപോർട്ടിൽ നിന്ന് 2 രീതിയിലാണ് നമുക്ക് ട്രാവൽ ചെയ്യൽ. ഒരെണ്ണം ബസ് ത്രൂ ആണ്, പിന്നെ മറ്റത് ടാക്സിയാണ്, ഓ ടാക്സിയാണ്. അപ്പോൾ ബസ്സിൽ ചെറിയ എമൗണ്ട് ഉള്ളൂ. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഓ ടാക്സിയാണ് ചൂസ് ചെയ്തത്. 7 റിയാലാണ് നമ്മളെ റൂമിലേക്കുള്ള പേയ്മെൻറ്റ്. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത് റെഡ് 5 ആണ്. ഞങ്ങൾ അബുദാബിയിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ നല്ല റൂമായിരുന്നു. ഇപ്പോൾ വിത്തൗട്ട് സീസൺ ആയതുകൊണ്ട് 8 റിയാലാണ് നമുക്ക് പെർ ഡേ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ ഈവനിങ്ങിൽ ഫ്രഷപ്പ് ആയതിനു ശേഷം പുറം കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വാദി ദർബാദിൽ പോയി. വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ്. പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഏതോ ഒരു സ്ഥലം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. നോർമലി ഇവിടെ സലാലിലെ ക്ലൈമറ്റ് ഏറ്റവും ഭംഗിയുള്ളൊരു ടൈം എന്ന് പറയുന്നത് ഖരീഫ് സീസണാണ്. ഖരീഫ് സീസൺ ജൂലൈ ആഗസ്റ്റ് ആ ഒരു ടൈമിലാണ്. ഇപ്പോൾ UAE നിന്നൊക്കെ ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി വരാറുണ്ട്. ഞങ്ങളിവിടെ വാദി ദർബാദിൽ ഒരു 4:30 ആ ഒരു ടൈമിലാണ് ഇവിടെ എത്തിയത്. ആ ഒരു ടൈമിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. വാദി ദർബാദ്
വിത്തൗട്ട് സീസൺ ആയതുകൊണ്ട് വിസിറ്റേഴ്സൊക്കെ കുറവായിരുന്നു. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. വളരെ ചീപ്പായിട്ടുള്ളൊരു റേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഓൺലി 3 റിയാൽ മാത്രമാണ് വന്നത്. ഇപ്പം കുറച്ച് വലിയ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ 5, 7 അങ്ങനെ ഒത്തിരി കൂടി വലിയ ബോട്ട് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങളൊരു 7:30 ആയപ്പോൾ ഞങ്ങൾ ഇമ്രാൻ നബീൻ്റെ മക്ബറയിലേക്കാണ് പോയത്. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമ്മൾ പോകുന്നത് വാഫ ബീച്ച് എന്ന് പറഞ്ഞ ഒരു ബീച്ചിലേക്കാണ് പോകുന്നത്. ഇത് ഏതാണ്ട് ഞങ്ങൾ റൂമിൻ്റെ അടുത്താണ് ചെറിയ ഡിസ്റ്റൻസുള്ള ഉണ്ടായിരുന്നത്. പിന്നെ ഈ ബീച്ചിൻ്റെ ഇടയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ കേരളത്തിലെ അതേ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. ഒരുപാട് തെങ്ങിൻ തോപ്പുകളും പിന്നെ വാഴത്തോപ്പുകളൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ലൊരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് അടിപൊളിയായിട്ടുള്ള റിസോർട്ടുകൾ ഉണ്ടായിരുന്നു. അത്ര വലിയൊരു ബീച്ചല്ല, പക്ഷേ എന്നാലും നല്ലൊരു വൈബാണ് നമുക്കിവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഒമാനിലാണ് കൂടുതൽ കൃഷി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് കൃഷിത്തോട്ടങ്ങളും വാഴത്തോപ്പ്, തെങ്ങിൻ തോപ്പ്, അങ്ങനെ മറ്റു വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് അവിടെ. ഇത് തേർഡ് ഡേ നമ്മൾ പോയത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മഖ്ബറയും അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ രോഗം കൊണ്ട് പരീക്ഷിച്ചപ്പോൾ രോഗശമനത്തിന് വേണ്ടി കുളിച്ച ആ കുളമെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. ഈ ജബൽ അയ്യൂബ് കിടക്കുന്നത് ഒരു മലമുക്കിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്തായിട്ട് ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. മൂടൽ മഞ്ഞ് മൂടി
നല്ല ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു അവിടെ എത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈവനിങ്ങിൽ ഒരു 5 o'clock ശേഷമാണ് നമ്മൾ ആ റൂട്ടിലൂടെ എത്തിയത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് കുളം അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ രോഗശമനത്തിന് വേണ്ടി കുളിച്ച കുളം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിൽ 2 റൂട്ടിലൂടെ നമുക്ക് പോവാം. ഒരു റൂട്ട് ഷോർട്ട് വേ ആണ്. ഷോർട്ട് വേയിൽ നമുക്ക് കുട്ടികളെ അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് അതിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയൊരു അണക്കെട്ട് മോഡലാണ്, ഒരു കൊക്ക മോഡലാണ്, ചെറിയ ഷോർട്ടായിട്ടുള്ളൊരു കൊക്ക മോഡലിലൂടെയാണ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് ഷോർട്ടാണ്. പിന്നെ അല്ലാത്തൊരു റൂട്ട് ഉള്ളത് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ്. ഇപ്പോൾ ഈ കാണുന്ന ഈ പോക്കറ്റ് റോഡിലൂടെയാണ് പോകുന്നത്. കുറച്ച് ലെങ്ത്തിലൂടെ പോവാം, പക്ഷേ ഈസി ആയിട്ട് പോവാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഈ കുളത്തിൽ എല്ലാ സമയങ്ങളിലും വെള്ളം ഉണ്ട്. ഒരു അരുവി, ഒരു അണക്കെട്ടിൽ നിന്ന് വെള്ളം ഉറ്റുറ്റി വീഴുന്നുണ്ട്. അവിടുത്തെ ചരിത്രം വെച്ച് പറയുകയാണെങ്കിൽ ആ വെള്ളം ഇതുവരെ വറ്റിയിട്ടില്ല. ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്ബറയിലേക്കാണ് പോകുന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്ബറയിൻ്റെ തൊട്ട് മുൻപിലായിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ കാൽപാദം, ആ കാൽപാദമാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണിപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്ബറ. ഇത് 4th ഡേ ആണ്. 4th ഡേ നമ്മൾ പോയത് ഐനുൽ റസാദ്. അത് ഞങ്ങളുടെ റൂമിൻ്റെ ഏതാണ്ട് തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഐനുൽ റസാദ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഗുഹകൾ കാണാൻ പറ്റി. ഇത് ഖരീഫ് സീസൺ ആണെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഫുള്ള് പച്ചപ്പായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഖരീഫ് സീസണിൽ കാണാൻ കഴിയുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഗുഹയുണ്ട് ഏറ്റവും ടോപ്പിലായിട്ട്. അപ്പോൾ അതിനുള്ളൊരു നടപ്പാതയാണ്.
ഞങ്ങളൊരു വൈകുന്നേരം ഒരു 7 മണി ആ സമയത്താണ് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. ആ ഒരു ടൈം ആയ സമയത്ത് ഒരുപാട് ആളുകൾ ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേര് അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കാണുന്നത് കുട്ടികൾക്കൊക്കെ കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇടമാണ് അവിടെ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു അതിമനോഹരമായിട്ടുള്ളൊരു പാർക്കുണ്ട്. ഇത് സാധാരണ സാറ്റർഡേ സൺഡേ ആണ് അവിടെ വർക്കിംഗ്. അല്ലാത്ത എല്ലാ ഖരീഫ് സീസണിൻ്റെ ടൈമിലും ഫുൾ ടൈം ഓപ്പൺ ആണ്. വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് UAE അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചീപ്പാണ്. ഡിപ്പെൻഡിങ് സീസണാണ്. സീസൺ എന്ന് പറയുന്നത് ഖരീഫ് സീസണാണ്. അപ്പോൾ അടുത്ത വീഡിയോ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാവും. മാക്സിമം എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.